ബേജാറാവാണ്ടിരിക്കുന്നു. ഒക്കെ ശരിയാവും. എന്റെ ഉപ്പാക്കും സിനിമ ഹറാമാ? ഒന്നുമില്ല. നിങ്ങള് വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്. നിങ്ങളിപ്പ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ? അതല്ലേ? എന്റെ ഈ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞമ്മളൊരു കാര്യം തീർത്തു പറഞ്ഞു. എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഞമ്മള് കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? നജീബിനെ കാണാൻ വന്ന. ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവെന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അത് ശരിയാ. അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം. പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനർ ജോൺസൺ തത്തമണിൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമങ്ങളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ് DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച എന്റെ പടം പുറത്തിറങ്ങൂന്ന് വാരികയില് വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോട് അത് മേടിച്ചോണ്ട് പോന്ന്. കൂടെ ഹിമാറിനെയും കിട്ടി. പക്ഷേ എന്റെ പേര് കണ്ടില്ല നജീബേ. സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. എന്റെ പേര് ഒരു സിനിമാക്ക് വേണ്ടി മാറ്റിക്കണ്. എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്ക, ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാറെന്നോ ഖാനെന്നോ കപൂറെന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നീന്നു. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബേ, ഈ തുണിയാടിയിട്ട അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേൾക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പളോ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട് ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടിയതൊന്നും പോരെ നജീബേ? ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണട്ടുമ്മ. അത് കഴിഞ്ഞാ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാൻ ഏടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ ഉമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. പാല് നമ്മുടെ നജീബിനൊരാഗ്രഹം. ഓൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. ഇങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല. കുട്ടികളെ ശാസ്ത്രം എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അതൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയേയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എൻ്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കണത് പടച്ചോൻ പുറത്തോളും. പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല.